വെൽക്കം ബാക്ക് ടു വർക്കിനെക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വൺ ഷോട്ട് വീഡിയോ ആണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷന്റെ ക്രക്സ് പോയിന്റ്സ് മാത്രമാണ്. ഓക്കെ അല്ലെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ തുടങ്ങാം. എവല്യൂഷനിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ്. ഓക്കെ, എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കാണിത്, മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ്. അപ്പോൾ എന്തൊക്കെയാണ് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുണ്ടാവും ഏതൊക്കെ ഓർഗൻസ് ആണ്. ഹോമലോഗസ് ഓർഗൻസ്, എല്ലാവർക്കും അറിയാം ഹോമലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ചോദിക്കാണ്ട് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാറില്ല. ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്, ഇതാണ് എന്ത് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ്. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസിൽ ഏതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? എന്താണ് ഹോമലോഗസ് ഓർഗൻസ് പറയണം. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്ത് ഈ മാൻ്റെ ഫോർലിംബ് എടുക്കുക, മാൻ്റെ ഫോർലിംബ്, ചീറ്റയുടെ ഫോർലിംബ് എടുക്കുക, ഓക്കെ, വെയിലിൻ്റെ ഫോർലിംബ് എടുക്കുക, ബാറ്റിൻ്റെ വിങ്സ് എടുക്കുക. ഓക്കെ, വെയിലിൻ്റെ ഫ്ലിപ്പറാണ് ഉദ്ദേശിച്ചിട്ട്, വെയിലിൻ്റെ ഫ്ലിപ്പറാണ് ബാറ്റിൻ്റെ വിങ്സ്. ഈ 4 സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ എന്താണ് ഇന്റേണൽ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ 4 ഇന്റേണൽ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ അല്ലേ? പക്ഷേ മാൻ്റെ ഫോർലിംബിന്റെ ഫംഗ്ഷൻ ആണോ ചീറ്റയുടെ ഫോർലിംബിന് ഉണ്ടാവുക? ചീറ്റയുടെ ഫോർലിംബിന്റെ ഫംഗ്ഷൻ ആണോ വെയിലിന്റെ ഫ്ലിപ്പർ ഉണ്ടാവുക? അല്ല. വെയിലിന്റെ ഫ്ലിപ്പറിന്റെ ഫംഗ്ഷൻ ആണോ ബാറ്റിന്റെ വിങ്സ് ഉണ്ടാവുക? അല്ല. പക്ഷേ ഈ 4ന്റെ എന്ത് സെയിം ആടാ? ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണ്. പക്ഷെ എന്തിൽ വ്യത്യാസമുണ്ട്? അതിന്റെ ഫംഗ്ഷൻസിൽ വ്യത്യാസമുണ്ട്. സോ ഇത്തരം ഓർഗൻസിനാണ് നമ്മൾ എന്താ പറയുക? ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയും. എന്ത് പറയും? ഹോമലോഗസ് ഓർഗൻസ്. അപ്പൊ എന്താണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹോമലോഗസ് ഓർഗൻസ് ആർ ദ ഓർഗൻസ് വിച്ച് ഹാവ് എന്താ സെയിം അനാട്ടമി or same internal structure, same anatomy or same internal structure, but different in their function. ഫംഗ്ഷൻ എന്നതിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഓർഗൻസിനാണ് നമ്മൾ എന്താ പറയുക? ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയും. എന്ത് പറയും? ഹോമലോഗസ് ഓർഗൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗൻസ് പറയാം. എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗൻസ്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ ഓഫ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറയും എന്താ പറയുക? ഹോമലോഗസ് ഓർഗൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മളുടെ ഫോർ limb ഓഫ് man. ഓക്കെ, 4 limb ഓഫ് cheetah, flippers ഓഫ് വെയിലിൻ്റെ ഫ്ലിപ്പർ. ഓക്കെ, പിന്നെ വിങ്സ് ഓഫ് ബാറ്റ്. ഓക്കെ, ഇതൊരു സെറ്റ് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ സെറ്റ് എക്സാമ്പിൾ ആണ് ബോഗെയിൻവില്ല. ഓക്കെ, തോൺസ് ഓഫ് ബോഗെയിൻവില്ല കേട്ടോ, ബോഗെയിൻവില്ലിൻ്റെ തോൺസ്. പിന്നെ കുക്കുർബീറ്റ എന്ന് പറഞ്ഞാൽ കക്കിരിൻ്റെ വള്ളി കേട്ടോ, കുക്കുർബീറ്റൻ്റെ ടെൻഡ്രിൽസ്. ഈ തോൺസ് എന്ന് പറയുന്നത് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ടെൻഡ്രിൽസ് എന്ന് പറയുന്നതും സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ആക്ച്വലി ഇവ രണ്ടുപേരും എന്താണ്? സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ അനാറ്റമി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ തോൺസ്, മുള്ളിനുള്ള ഫംഗ്ഷൻ ആണോ ടെൻഡ്രിൽസ് ഉണ്ടാവുക? മുള്ളെന്തിനാ? തോൺസ് എന്തിനാ? ബോഗൺവില്ലയിൽ മുള്ളെന്തിനാടാ? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെൻഡ്രിൽസ് എന്തിനാ? ഈ കുക്കുർബീറ്റൊക്കെ ഒന്ന് ക്ലൈം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻസിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തിൽ സിമിലാരിറ്റി ഉണ്ട്? ഇന്റേണൽ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഓർഗൻസിനെ നമ്മൾ എന്ത് വിളിക്കും? അങ്ങനെയുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേരെന്താ? ഹോമലോഗസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. എന്ത് പറയും? ഹോമലോഗസ് ഓർഗൻസ്. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്ത് എവല്യൂഷനാണ് മക്കളെ? എന്ത് എവല്യൂഷനാ? ഹോമലോഗസ് ഓർഗൻസ് ആർ ഡൈവർജന്റ് എവല്യൂഷൻ. ഓക്കെ, എന്ത് എവല്യൂഷനാ? ഡൈവർജന്റ് എവല്യൂഷൻ. ഇത്രയാണ് എന്ത് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് പറയാം? അനലോഗസ് ഓർഗൻസ് പറയാം. അപ്പോൾ അനലോഗസ് ഓർഗൻസ് പറയാം നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ആരെ കൺസിഡർ ചെയ്യാം? വിങ്സ് ഓഫ് ബേർഡ്സ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ. ഈ 2 വിങ്സും എന്തിനാ? ബട്ടർഫ്ലൈന്റെ വിങ്സും പറക്കാനാണ്, ബേർഡിന്റെ വിങ്സ് എന്തിനാ? പറക്കാനാണ്. പക്ഷേ ഇവരുടെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണോ? അല്ല, ഒരിക്കലും അല്ല. പക്ഷേ അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം അല്ലാത്തതുകൊണ്ട്, അവരുടെ ഫംഗ്ഷൻ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അനലോഗസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. എന്ത് പറയും? അനലോഗസ് ഓർഗൻസ്. അപ്പോൾ വാട്ട് ഈസ് അനലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ ദ ഓർഗൻസ് which have same function but different anatomy, but different internal structure.
ബട്ട് ഡിഫറൻറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇത്തരം ഓർഗൻസിനാണ് നമ്മൾ എന്താ പറയുക അനലോഗസ് ഓർഗൻസ് എന്ന് പറയും. എന്ത് പറയും? അനലോഗസ് ഓർഗൻസ്. അപ്പോൾ അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എക്സാമ്പിൾസ് ഓഫ് അനലോഗസ് ഓർഗൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. നേരത്തെ പറഞ്ഞ പോലെ വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. ഓക്കെ, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിന് ചിറക് എന്തിനാ? പറക്കാൻ. വിങ്സ് ബേർഡ്സിന് ചിറക് എന്തിനാ? പറക്കാൻ. പക്ഷെ അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണോ? അല്ല. ഓക്കെ. 2 ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. 3 ഐ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. Okay, eyes of invertebrates and human or mammals. ഓക്കെ, മാമൽസിന് കണ്ണ് കാണാനാണ്, ഇൻവെർട്ടിബ്രേറ്റ്സിന് കണ്ണ് കാണാനാണ്. പക്ഷെ അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ എന്തല്ല? സെയിം അല്ല. ഓക്കെ, ഇനി 4 സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്താണ്? ഒരു റൂട്ട് മോഡിഫിക്കേഷൻ. സ്വീറ്റ് പൊട്ടറ്റോ എന്താണ്? സ്റ്റെം മോഡിഫിക്കേഷൻ. പക്ഷെ അവർ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താ? അവരുടെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നതാണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്താ? എന്ത് എവല്യൂഷനാണ്? നമ്മളുടെ അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്ത് എവല്യൂഷനാടാ? കൺവെർജന്റ് എവല്യൂഷനാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ ഹോമലോഗസ് ഓർഗൻസ് ഡൈവർജന്റ് ആണ്, അനലോഗസ് ഓർഗൻസ് കൺവെർജന്റ് ആണ്. HDAC എന്ന് ഓർത്ത് വെക്കട്ടെ. HDAC. ഓക്കെ അല്ലേ? ഹോമലോഗസ് ഓർഗൻസ് ഡൈവർജന്റും അനലോഗസ് ഓർഗൻസ് കൺവെർജന്റും ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ഇൻഡസ്ട്രിയൽ മെലനിസം. നമ്മളെല്ലാവരും ഇൻഡസ്ട്രിയൽ മെലനിസം പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ മെലനിസം നടക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് എന്തെടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ മെലനിസം നടക്കുന്നത്. ഇംഗ്ലണ്ടിൽ നോക്കിയപ്പോൾ 1850 മുന്നേ നോക്കിയപ്പോൾ 1850 മുന്നേ നോക്കിയപ്പോൾ അവിടെ വൈറ്റ് വിങ്ഡ് മോത്ത് പോപ്പുലേഷൻ പറയാം. യെസ്, അതന്നെ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ആയിരത്തി 1850 മുന്നേ ബിഫോർ 1850 1850 മുന്നേ നോക്കിയപ്പോൾ വൈറ്റ് വിങ്ഡ് മോത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. ഓക്കെ, പക്ഷേ അവിടെ ആര് കുറവായിരുന്നു? ഡാർക്ക് വിങ്ഡ് മോത്ത് പോപ്പുലേഷൻ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ആഫ്റ്റർ 1920 വൈറ്റ് വിങ്ഡ് മോത്ത് പോപ്പുലേഷൻ എന്തായി? കുറഞ്ഞു. ഡാർക്ക് വിങ്ഡ് മോത്ത് പോപ്പുലേഷൻ കൂടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാൽ ഈ 1850 ശേഷമാണ് എന്ത് വരുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വിപ്ലവം ഫോം ചെയ്യുന്നത്. ഓക്കെ, വ്യാവസായിക വിപ്ലവം. അപ്പോൾ മെഷീൻസിന്റെ വർക്കിംഗ് സംബന്ധിച്ചിട്ട് ഈ ഫാക്ടറിയിൽ എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടി. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ മെഷീൻസ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കോൾ യൂസ് ചെയ്തു, കൽക്കരി യൂസ് ചെയ്തു. കൽക്കരി കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? നല്ല പുകയും കാര്യം ഉണ്ടാവും. ഈ പുകയും കാര്യം പോയിട്ട് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? ട്രീ ട്രങ്ക്സിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈക്കൺസ് മൊത്തം നശിച്ചു പോകും. ഈ ലൈക്കൺസിന്റെ വൈറ്റ് കളറായിരുന്നു. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വിങ്ഡ് മോത്ത് എന്തായിരുന്നു? സർവൈവ് ചെയ്യായിരുന്നു. അവിടെ ആ ലൈക്കൺസ് നശിച്ചപ്പോൾ, പൊല്യൂട്ടഡ് ആയപ്പോൾ ലൈക്കൺസ് നശിച്ചുപോയി. ഓക്കെ, ലൈക്കൺസ് നശിച്ചപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? വൈറ്റ് വിങ്ഡിനെ എന്ത് ചെയ്തു? പെട്ടെന്ന് പ്രെഡേറ്റർ എന്ത് ചെയ്തു? പിക്ക് ചെയ്തു. ഇതായിരുന്നു സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ thick growth of almost white colored lichen covered the trees. In that background, white winged moths survived, but the dark colored moths were picked up by predators. Okay. ഇനി പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്താ സംഭവിച്ചത്? ഇൻഡസ്ട്രിയലൈസേഷൻ ശേഷം, വ്യാവസായിക വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്തു? ട്രീ ട്രങ്ക്സ് എന്ത് നഷ്ടപ്പെട്ടു? നമ്മളുടെ ലൈക്കൺസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ട്രീ ട്രങ്ക്സ് എന്തായി? ഡാർക്കായി. അപ്പോൾ എന്ത് ചെയ്തു? സ്മോക്കും സൂട്ടും കൊണ്ടാണ് എന്ത് ചെയ്ത്? കരിയും പുകയും കൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ കരിയും പുകയും കൊണ്ടാണ് എന്തായത്? ഇത് ഡാർക്കായത്. അപ്പോൾ ഈ കണ്ടീഷനിൽ എന്ത് ചെയ്തില്ല? വൈറ്റ് വിങ്ഡ് മോത്തിനെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഡാർക്ക് വിങ്ഡ് മോത്ത് എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. ഓക്കെ, ഇതാണ് എന്ത്? ഇൻഡസ്ട്രിയൽ മെലനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മെലനിസം ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. Perfect example of natural selection.
ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ വെച്ചാൽ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ starting from a point and literally radiating to other areas of geography is called adaptive radiation. Okay, ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എന്ത് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ചോദിക്കും. അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ഡാർവിൻ ഫിഞ്ചസ്. ഓക്കെ, രണ്ട് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. ഓക്കെ, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അപ്പോൾ നമുക്ക് അഡാപ്റ്റീവ് റേഡിയേഷൻ രണ്ട് രീതിയിൽ നടക്കാം. ഏതൊക്കെയാടാ? ഒന്നത് ഡൈവർജന്റ് എവല്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നത് കൺവെർജന്റ് എവല്യൂഷൻ ആവാം. ഓക്കെ, കൺവെർജന്റ് എവല്യൂഷൻ ആവാം. എപ്പോഴാണ് അത് ഡൈവർജന്റ് ആവുക, എപ്പോഴാണ് അത് കൺവെർജന്റ് ആവുക? എപ്പോഴാണ് ഡൈവർജന്റ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഡൈവർജന്റ് ആവുക? ഓക്കെ, വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ വൺ ഏരിയ. ഒരു ഏരിയയിൽ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ആണെങ്കിൽ അത് ഡൈവർജന്റ് ആയിരിക്കും. കൺവെർജന്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ വൺ ഏരിയ. ഒരു ഏരിയയിൽ ഒന്നിൽ കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻ അതെന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. കൺവെർജന്റ്. ഓക്കെ അല്ലേ? ഇതാണത് അഡാപ്റ്റീവ് റേഡിയേഷൻ. നെക്സ്റ്റ് ആണത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹോട്ട് ടോപ്പിക്, എന്ത്? ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. എന്താണ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ? അപ്പോൾ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ ആൻ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഇൻ ആൻ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ, ഒരു ഐസൊലേറ്റഡ് പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ടോട്ടൽ അലിലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ടോട്ടൽ അലിലിക് ഫ്രീക്വൻസി ഈസ് 1. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇൻ ആൻ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ total gene pool is constant. ടോട്ടൽ ജീൻ പൂൾ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതാണ് എന്ത്? ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. അപ്പോൾ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാനുണ്ട്. ഇക്വേഷൻ ആണ് P + Q = 1. അപ്പോൾ അവർ ചോദിക്കും വാട്ട് ഇസ് P? P എന്ന് പറയുന്നത് അലിലിക് ഫ്രീക്വൻസി ഓഫ് dominant character. Okay, what is Q? Allelic frequency of recessive character. ഇനി നമുക്ക് P + Q എന്താ ചെയ്യാം? സ്ക്വയർ ചെയ്യാം. P + Q സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ P + Q all square, that is P square plus 2PQ plus Q square is equal to 1. Okay, ഇതാണെന്ത്? സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് P square? എന്താണ് P square? P square means frequency of homozygous dominant character. Okay, what is Q square? Frequency of homozygous recessive character. What is 2PQ? 2PQ means frequency of heterozygous genotype. Okay, heterozygous genotype. P square എന്താണ്? ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി ആണ്. Q square ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി ആണ്. ഹെറ്ററോസൈഗസ് ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി ആണ് 2PQ. ഓക്കെ, ഇതാണ് എന്ത്? അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ? എന്തൊക്കെയാണ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കിക്കോ. ഓരോ 5 ഫാക്ടർ പഠിക്കണം. 5 ഫാക്ടറും കാണാണ്ട് പഠിച്ചു പോയിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ ഒന്നാമത്തതാണ് ജീൻ മൈഗ്രേഷൻ. ഓക്കെ, 2 ജനറ്റിക് ഡ്രിഫ്റ്റ്, 3 ജനറ്റിക് റീകോമ്പിനേഷൻ, 4 മ്യൂട്ടേഷൻ, 5 നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ അല്ലേ? ഇതാണെന്ത്? നമ്മളുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ഓക്കെ, ഹോംവർക്ക് തരാം. ഇതാണ് ഹോംവർക്ക്.
history of evolution. Okay, 2000 millions years ago, 500 millions years ago, 350 millions years ago, 320 millions years ago, 200 millions years ago, 65 millions years ago. ഈ ഇയറിലൊക്കെ എന്താ സംഭവിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇത്. ഓക്കെ, എക്സാമിന് ചോദിക്കാണ്ടിരിക്കാം, പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം, വളരെ നല്ലതാണ്. 65 millions years ago നടന്നൊരു കാര്യം ഞാൻ പറയാം. എന്താണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനോസേഴ്സ് എന്ത് ചെയ്ത് ഡിസപ്പിയർ ആയി. ഡൈനോസോഴ്സ് ഡിസപ്പിയേർഡ്. എത്ര വർഷങ്ങൾക്ക് മുമ്പേടാ? 65 millions years of ഡൈനോസേഴ്സ് ഡിസപ്പിയർ ആയി. ഇതൊരു ഹോംവർക്കാണ്. നിങ്ങൾ എന്താ കോമൻറ്റ് സെക്ഷനിൽ എല്ലാവരും പറയട്ടെ ഈ ഹോംവർക്ക്. ഓക്കെ, എവല്യൂഷൻ വൺ ഷോട്ട്, ഐ മീൻ ഹ്യൂമൻ എവല്യൂഷൻ്റെ വൺ ഷോട്ടിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? ഹ്യൂമൻ എവല്യൂഷൻ. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൺ ഷോട്ടിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഹ്യൂമൻ എവല്യൂഷനിലെ ആ ആൻസിസ്റ്റേഴ്സിൻ്റെ പേര് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പഠിക്കുന്നത് ഭയങ്കര നന്നായിരിക്കും, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനിലും അവർ ഓൾറെഡി ആൻസിസ്റ്റേഴ്സിൻ്റെ പേര് തരും. ഓക്കെ, നമുക്ക് എന്താ അത് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കുക. അപ്പോൾ എൻ്റെ അടുത്തൊരു കോഡ് ഉണ്ട്. എന്താണ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടികളോട് എല്ലാവരും പറയുന്നുണ്ട് എന്ത് പഠിച്ചാൽ മതി? ഡോക്ടർ ഓക്കെ എ ഈസ് ഹെൻ എന്ന് ഓർത്താൽ മതി. ഡോക്ടർ ഈസ് ഹെൻ, ഇത് പഠിച്ചാൽ അതിൻ്റെ ഓർഡർ കിട്ടും. അപ്പോൾ എന്താണ് അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ, ഡി എന്താ? ഡി മീൻസ് ഡ്രയോപിത്തഗസ്. ഡ്രയോപിത്തഗസ് കഴിഞ്ഞ അടുത്ത ആളാരാ? 6. ഓക്കെ, 6 എന്താ? രാമാപിത്തഗസ്. ഓക്കെ, ഇപ്പോൾ ഡ്രയോപിത്തഗസ് എന്ന് പറയുമ്പോൾ അത് മോർ ഏപ്പ് ലൈക്കാണ്. രാമാപിത്തഗസ് എന്ന് പറയുമ്പോൾ മോർ മാൻ ലൈക്കാണ്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ആരാ? എ ആരാ? അസ്ട്രാലോപിത്തഗസ്. അസ്ട്രാലോപിത്തഗസ്. ഓക്കെ, അസ്ട്രാലോപിത്തഗസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹോമോ ഹബിലിസ്. ഈസ് വേണ്ട കേട്ടോ. ഈസ് നമ്മൾ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഹോമോ ഹബിലിസ് ആണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ഫാമിലി ഹോമിനിഡേ കേട്ടോ. ഹോമോ ഹബിലിസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് കഴിഞ്ഞാൽ ആര് വരും? നിയാണ്ടർതാൽ മാൻ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? കൾച്ചറൽ ഡെവലപ്മെന്റ്, അതായത് കല്യാണം കഴിച്ച് ജീവിക്കുക, വീട് വെച്ച് ജീവിക്കുക, അങ്ങനത്തെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ട് അവിടെ പൂക്കളൊക്കെ വെക്കുന്ന ആ ഒരു കൾച്ചറൽ ഡെവലപ്പ് തുടങ്ങിയ ആരാ? നിയാണ്ടർതാൽ മാൻ. അത് കഴിഞ്ഞിട്ട് ആര് വരുന്നത്? ഹോമോ സാപ്പിയൻസ്. ഇത്രയാണ് എന്ത് നമ്മളുടെ ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിക്കുക, ഇതെന്തായാലും പഠിക്കാം. ഓക്കെ, ചാപ്റ്റർ കുറേ ഉണ്ട്, നമ്മൾ ചുരുക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പറഞ്ഞാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ PYQ ചെയ്ത് നോക്കുക, ഇതിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുക. സിമ്പിൾ ചാപ്റ്റർ ആയിരിക്കും. ബൈ.